നമോ നവരായണായ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച പ്രശസ്ത സ്തോത്രകാവ്യമായ നാരായണീയത്തിൻ്റെ ആത്മീയമായ ആഴവും അർത്ഥവും മനസ്സിലാക്കുവാനുള്ള ഒരു എളിയ പ്രയത്നമാണ് ഇവിടെ തുടങ്ങുന്നത്. ഒപ്പം ചേർന്ന ഏവർക്കും സ്വാഗതം. നാരായണീയം 1-ാം ദശകം, ഭഗവൻ മഹിമാനുവർണ്ണനം. 1-ാം ശ്ലോകം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം. ഈ 1-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാന്റെ സ്വരൂപവർണ്ണനയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വരൂപം സാന്ദ്രാനന്ദാവബോധാത്മകമാണ്. സാന്ദ്രമായ, അതായത് മൃദുലമായ ആനന്ദത്തിൻ്റെ ഭാവമാണ്. സച്ചിദാനന്ദ സ്വരൂപമാണ് അദ്ദേഹമെന്ന് അർത്ഥം. അതേപോലെ അനുപമിതം, ഒന്നിനോടും ഉപമിക്കുവാൻ സാധിക്കാത്തതാണ് അദ്ദേഹത്തിൻ്റെ സ്വരൂപം. കാലദേശാവധിഭ്യാം, കാലമെന്നോ ദേശമെന്നോ തുടങ്ങിയ ചട്ടക്കൂടുകൾക്കുള്ളിൽ വെച്ചുകൊണ്ട് വിവരിക്കുവാൻ സാധിക്കാത്തതാണ് ഭഗവാന്റെ രൂപം. ഇവിടെ കാലമെന്ന പദം നിത്യത്വമെന്ന ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജഗത്തിൻ്റെ സൃഷ്ടിക്കും മുൻപും പിൻപും നിത്യമായി നിലനിൽക്കുന്നതിനെയാണ് ഇവിടെ കാലമെന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ ദേശമെന്ന പദം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യാപ്തിയെയാണ്, ഭഗവാന്റെ വ്യാപ്തി, അല്ലെങ്കിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു വളയിൽ എപ്രകാരമാണോ സ്വർണം വേർപെടുത്താൻ പറ്റാത്ത വിധം നിലനിൽക്കുന്നത്, അതേപോലെ ജഗത്തിൻ്റെ കാരണമായിട്ടുള്ള ഭഗവാൻ ആ ജഗത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു എന്നതാണ് ഈ പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. നിർമുക്തം, നിതരാം മുക്തം, പൂർണ്ണമായും മുക്തനാണ് അദ്ദേഹം. അതേപോലെ എന്താണ് നിത്യമുക്തം, ആ മുക്തിയാകട്ടെ നിത്യവുമാണ്. എന്തിൽ നിന്നുമുള്ള മുക്തിയാണ്? മായയിൽ നിന്നുമുള്ള മുക്തിയാണ്. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. 1000-100,000 ഉപനിഷത്ത് വാക്യങ്ങൾ നിർഭാസ്യമാനം, അതായത് എല്ലായിടത്തും എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എങ്കിലും അദ്ദേഹം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം, അസ്പഷ്ടമായി ഇന്നും തുടരുന്നു. അതായത് സ്പഷ്ടമല്ലാത്ത രീതിയിൽ ഇന്നും തുടരുന്നു. എന്തുകൊണ്ടാണ് അസ്പഷ്ടത ഉണ്ടാവുന്നത്? മുൻപ് പറഞ്ഞ ആ ഉപനിഷദ് വാക്യങ്ങളിലൂടെ അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ കൊണ്ട് ഭഗവാനും ഭക്തനും ഒന്നാണ് എന്ന് പലയിടത്തായി പലപ്പോഴായി പറയുന്നുണ്ട് എങ്കിലും മായയാൽ ചുറ്റപ്പെട്ട് നമുക്ക് അത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒരിക്കലും സ്പഷ്ടമായി മനസ്സിലാക്കുവാനായി സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണത് സാധിക്കുക? അത് സാധിക്കുന്നത് മനനത്തിലൂടെയാണ്. ആ മനനത്തിലൂടെ ഭഗവാനെ ദൃഷ്ടമാകും എന്നാണ് അടുത്ത വാക്കിൽ പറഞ്ഞിട്ടുള്ളത്. ദൃഷ്ടമാത്രേ, മനനത്തിലൂടെ ഭഗവാനെ അനുഭവവേദ്യമായി മനസ്സിലാക്കുവാനായി സാധിക്കും. അപ്പോഴെന്താണ് മനസ്സിലാകുന്നത്? ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം, അത് പരമമായ പുരുഷാർത്ഥമാണ്, മോക്ഷാത്മകമായിട്ടുള്ള ബ്രഹ്മതത്വമാണ്. തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. തത്താവത് ഭാതി, അത് ആ ബ്രഹ്മതത്വം അവിടെ പ്രകാശിക്കുന്നു. താവത് ഭാതി, എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? സാക്ഷാത്, വ്യക്തമായി പ്രകാശിക്കുന്നു. ഗുരുപവനപുരിയിൽ വ്യക്തമായി പ്രകാശിച്ചുകൊണ്ട് ഭഗവാൻ കുടികൊള്ളുന്നു എന്നുള്ളത് ഹന്ത ഭാഗ്യം ജനാനാം, ജനങ്ങളുടെ എല്ലാം ഭാഗ്യമാണ് എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഏവം ദുർലഭ്യവസ്തൂന്യപി സുലഭതയാ ഹസ്തലബ്ധേയദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബത ജന ക്ഷുദ്രതേവ സ്ഫുടേയം.
ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഏവം ദുർലഭ്യവസ്തൂന്യപി സുലഭതയാ ഹസ്തലബ്ധേ യത്. ഏറ്റവും ലഭിക്കുവാനായിട്ട് കഷ്ടപ്പാടുള്ള സാധനങ്ങൾ എളുപ്പത്തിൽ നമ്മളുടെ കയ്യിൽ ലഭിക്കുമ്പോൾ അന്യത് തന്വാ വാചാ ധിയാവാ ഭജതി. നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ മറ്റൊന്നിനു വേണ്ടി ആഗ്രഹിക്കുകയാണ് എങ്കിൽ ബദജന ക്ഷുദ്രദേവ സ്ഫുടേയം. അത് ഈ ജനങ്ങളുടെ ക്ഷുദ്രതയാണ്, അവിവേകത്തിൻ്റെ തെളിവാണ് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അതായത് വളരെ പ്രയത്നിച്ചാൽ മാത്രം ലഭിക്കുന്ന ആ സച്ചിദാനന്ദ പരബ്രഹ്മമാകുന്ന ഭഗവാന്റെ അനുഭവം ഒരു വിഗ്രഹരൂപത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുവാൻ പറ്റുന്ന തരത്തിൽ ഗുരുവായൂരിൽ നമുക്ക് ലഭിച്ചിട്ടും നമ്മൾ നമ്മുടെ ശരീരം, വാക്ക്, ബുദ്ധി എന്നിവ കൊണ്ട് ലൗകികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് തീർച്ചയായും നമ്മുടെ അവിവേകം കൊണ്ടാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. വയം തു ഞങ്ങളാകട്ടെ സ്ഥിരതരമനസാ ദൃഢമായിട്ടുള്ള മനസ്സോടുകൂടി വിശ്വപീഡാപഹത്യേ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുവാനായിട്ട് നിശേഷാത്മാനമേനം എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവായി കുടികൊള്ളുന്ന ആ അന്തർയാമിയായിട്ടുള്ള ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഗുരുപവനപുരിയുടെ അധിപനായിട്ടുള്ള ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നു എന്നും കൂടി പറയുകയാണ്. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ്യദാച്ഛാദിതപരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാഃ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത്. സത്വഗുണം, സത്വം, യത്തത് പരാഭ്യാം അപരികലനതോ, അതെങ്ങനെയാണ്? പരാഭ്യാം പരങ്ങളായിട്ടുള്ള രജസ്, തമസ് തുടങ്ങിയ ഗുണങ്ങളാൽ അപരികലനതം, അതായത് ഇടകലരാതെയുള്ളതാണ്. അതേപോലെ നിർമ്മലമാണ്, നിർമ്മലമായിട്ടുള്ള ആ സത്വഗുണം അതിനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും ഭൂതൈഹി ഭൂതേന്ദ്രിയൈസ്തൈഹി വപുരീതി ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം. ഭൂതൈഹി പഞ്ചഭൂതങ്ങളാലും ഭൂതേന്ദ്രിയങ്ങളാലും നിർമ്മിച്ചിട്ടുള്ളതാണ് അങ്ങയുടെ ഈ രൂപമെന്ന് വ്യാസഭഗവാന്റെ വാക്കുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. തത്സ്വച്ഛത്വാദ്യദാച്ഛാദിതപരസുഖചിത് ഗർഭനിർഭാസരൂപം. തത്സ്വച്ഛത്വാത് ആ നിർമ്മലത കൊണ്ട്, അത് ആച്ഛാദിതം ഒരിക്കലും മറച്ചുവെക്കാൻ പറ്റാത്തതാണ് ഭഗവാന്റെ രൂപം. അതേപോലെ പരസുഖചിത് ഗർഭനിർഭാസരൂപം, പരമാനന്ദമാകുന്ന രസത്തെ ഉള്ളിൽ വഹിക്കുന്നതും ഭാസരൂപം ഏറ്റവും വ്യക്തമായി പ്രകാശിക്കുന്നതുമാണ് അങ്ങയുടെ ആ രൂപം. തസ്മിൻ ധന്യാഃ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. തസ്മിൻ അങ്ങനെയുള്ള ആ രൂപത്തിൽ ധന്യാഃ രമന്തെ സുകൃതികളായിട്ടുള്ള പുണ്യം ചെയ്ത പുരുഷന്മാർ രമിക്കുന്നു, സന്തോഷം കണ്ടെത്തുന്നു. പിന്നെ എങ്ങനെയാണ്? ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ, ആ രൂപത്തെപ്പറ്റി കേൾക്കുന്നത്, ശ്രവണം ചെയ്യുന്നതും അതേപോലെ ആ രൂപത്തെപ്പറ്റി കേൾക്കുന്നത് മനസ്സിന് ആനന്ദം നൽകുന്നതുമാണ്. അത് സുഗ്രഹമാണ്, അതായത് എളുപ്പം ഗ്രഹിക്കുവാൻ സാധിക്കുന്നതും എല്ലാവർക്കും പരമാനന്ദം നൽകുന്നതുമാണ് അങ്ങയുടെ ആ രൂപം എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കലത്വം സകല ഇതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ. നിഷ്കമ്പേ അചഞ്ചലവും അതേപോലെ നിത്യപൂർണേ എന്നും പൂർണ്ണമായതും
നിരവധി പരമാനന്ദ പീയൂഷരൂപേ, നിരവധി അതായത് പരിമിതമല്ലാത്ത പരമാനന്ദമാകുന്ന അമൃതം, ആ അമൃതരസത്തോട് കൂടിയതാണ് അങ്ങയുടെ സ്വരൂപം. നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. നിർലീനമായിട്ടുള്ള അതായത് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അനേകമുക്താവലി സുഭഗതമേ, അനേകം മുക്തുകളാൽ സുഭഗമാക്കപ്പെട്ടതും അതായത് മനോഹരമാക്കപ്പെട്ടതും നിർമ്മല ബ്രഹ്മസിന്ധൗ, നിർമ്മലവുമായിട്ടുള്ളതാണ് ബ്രഹ്മമാകുന്ന ഈ കടൽ. ബ്രഹ്മമാകുന്ന ഭഗവാനിൽ മുക്തി നേടിയവർ ലയിച്ചിരിക്കുന്നത് ഒരു കടലിൽ മുത്തുകൾ ഒളിഞ്ഞു കിടന്നുകൊണ്ട് പ്രകാശിക്കുന്നത് പോലെയാണ്. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. അങ്ങനെയുള്ള ആ ബ്രഹ്മസിന്ധുവിൽ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വം, അങ്ങനെയുള്ള ആ ബ്രഹ്മമാകുന്ന കടലിൽ കല്ലോലങ്ങൾക്ക് അതായത് തിരമാലകൾക്ക് തുല്യമാണ് നിർമ്മലമാകുന്ന ആ സത്വഗുണം എന്ന് ആഹുസ്തദാത്മാ നിരവധി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. കസ്മാന്നോ നിഷ്കളത്വം സകല ഇതി വചസ്തത്കലാസ്വേവ ഭൂമൻ. അല്ലയോ ഭൂമൻ, അല്ലയോ ഭഗവാനെ, ത്വം കസ്മാന്നോ നിഷ്കളഃ, അങ്ങ് എന്തുകൊണ്ട് നിഷ്കളനല്ല? അങ്ങ് തീർച്ചയായും നിഷ്കളൻ തന്നെയാണ്. സകല ഇതി വചസ്ത്വത്കലാസ്വേവ, ഇനി അങ്ങയിൽ കളങ്കമുണ്ടെങ്കിൽ തന്നെ അതെല്ലാം അങ്ങയുടെ അംശാവതാരങ്ങൾക്കാണ്, അങ്ങയുടെ ഈ രൂപം പൂർണ്ണമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാഃ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധസി സ്വമഹിമ വിഭവാകുണ്ഠവൈകുണ്ഠരൂപം. അല്ലയോ അജ, അല്ലയോ മഹാവിഷ്ണു, നിർവ്യാപാരഃ അപി, യാതൊരു ക്രിയയും അങ്ങ് ചെയ്യുന്നില്ല എങ്കിലും നിഷ്കാരണം അതായത് യാതൊരു കാരണവും ഇല്ലാതെ ഈക്ഷണാഖ്യം ക്രിയാം, ഈക്ഷണം അല്ലെങ്കിൽ പരിപാലിക്കുക, നോക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു ക്രിയ അങ്ങ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തേനൈവ ഉദേതി ലീന പ്രകൃതി രസതി കൽപ്പാപി കൽപ്പാദികാലേ, തേനൈവ അതുകൊണ്ടു തന്നെ അസതി കൽപ്പ അപി, അസത്താണ് അതായത് ഇല്ല എന്ന് ഉള്ളതാണെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന ആ മായ അത് പ്രകൃതിയാണ്. ലീനാ പ്രകൃതി, ആ പ്രകൃതിയാകട്ടെ അങ്ങയിലാണ് അടങ്ങിയിരിക്കുന്നത്. കൽപ്പാദികാലേ ഉദേതി, അതാകട്ടെ കൽപ്പാദികാലത്തിൽ അല്ലെങ്കിൽ ഒരു കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ഉദയത്തിൽ വീണ്ടും ജന്മമെടുക്കുന്നു. അതായത് ഓരോ കൽപ്പങ്ങൾ കഴിയുമ്പോഴാണ് പ്രളയം വന്ന് ഈ പ്രപഞ്ചം നശിക്കുന്നത്. അതിനുശേഷം അത് വീണ്ടും ജന്മമെടുക്കുന്നു. അങ്ങനെ എല്ലാ കൽപ്പങ്ങളിലും ഉദിച്ചു വരുന്ന വീണ്ടും ജനിക്കുന്ന ആ പ്രകൃതി തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. തസ്യാഹ ആ പ്രകൃതിയുടെ വൈകുണ്ഠവാസിയായിട്ടുള്ള അങ്ങയുടെ വൈഭവം കൊണ്ടുണ്ടാകുന്ന ആ പ്രകൃതിയുടെ അതിരോധായകം ഒട്ടും മറയ്ക്കാൻ പറ്റാത്തതും അതേപോലെ സംശുദ്ധവുമായിട്ടുള്ള സത്വരൂപം കമപി അംശം ധൃത്വാ, സത്വഗുണത്താൽ പുഷ്ടിമയാർന്നിട്ടുള്ള ആ സത്വരൂപത്തെ ശരീരത്തെ ധരിച്ചിട്ട് ആ രൂപത്തിലാണ് അങ്ങ് വിളങ്ങുന്നത്.